അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസാഫഹത്ത് ചെയ്തിട്ടുള്ളതാകുന്ന മൂന്നാം ഖലീഫ ദിന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയെ പിടിച്ചതാകുന്ന കൈകൊണ്ട് ജനനേന്ദ്രിയത്തിലേക്ക് തൊട്ടിട്ടേ ഇല്ല. വലത് കൈ കൊണ്ട് ലൈംഗിക അവയവത്തിൽ തൊടാറില്ല. ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. കാരണം എന്താ? നബി തങ്ങളുടെ കയ്യിൽ തൊട്ട കയ്യാണ്. അപ്പൊ ഈ കൈക്ക് ബർക്കത്തുണ്ട്. അതാണ് സ്വഹാബത്ത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട ഉസൈദ് ബിൻ ഹുദൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് ഇശാ നമസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരം വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിയതാകുന്ന ബഹുമാനപ്പെട്ട ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങുമ്പോൾ കൂരിരുട്ട മരുഭൂമിയിലൂടെ ദൂരെയാണ് വീടുള്ളത്. എങ്ങനെ പോകും? കൂട്ടുകാരൻ ചോദിച്ചു. വിഷമിക്കേണ്ട സുഹൃത്തെ, ഞാൻ പൊയ്ക്കൊള്ളാം. കൈ ഒരൽപ്പം ഒന്ന് തെല്ലെന്ന് ഉയർത്തി വെച്ചു. മാഷാ കൈ പ്രകാശിക്കുകയാണ്. മഹാനാകുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു കൈ പ്രകാശിക്കുന്നു. കൈ ഇങ്ങനെ സ്വല്പം ഒന്ന് ഉയർത്തി നോക്കുമ്പോ കൈ ട്യൂബ് ലൈറ്റ് പോലെ, ഈ ലൈറ്റ് ഇങ്ങനെ പ്രകാശിക്കുന്ന പോലെ കൈ പ്രകാശിക്കാൻ. ഇതെന്താ പരിപാടി? നല്ല റാഹത്തായിട്ട് മൂപ്പര് വീട്ടിൽ ചെന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ കൈ ഇങ്ങനെ പ്രകാശിക്കാൻ എന്താ വകുപ്പ്? മനസ്സിലാകുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, മാ മസിസ്തു ബിയമീനി ദക്കരി മുൻദു അന്നി ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയാകുന്ന ആ വ്യക്തിത്വത്തെ ഞാൻ എന്റെ കൈ കൊണ്ട് പ്രവാചകരുടെ വലത് കരത്തിലേക്ക് എന്റെ കൈ ചേർത്ത് വെച്ച് ബൈഅത്ത് ചെയ്തതിന് ശേഷം മാ മസിസ്തു ബിയമീനി ദക്കരി, എന്റെ വലത്തെ കൈ കൊണ്ട് ഇന്ന് വരെ ഞാൻ എന്റെ ലൈംഗിക അവയവത്തിൽ തൊട്ടിട്ടില്ല. ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് എന്തായി? ആവശ്യമുള്ള ഘട്ടത്തിൽ എന്റെ കൈ പ്രകാശിക്കും. മനസ്സുകൊണ്ട് കരുതിയാൽ മതി. കൈ ഒന്ന് പ്രകാശിക്കണമെന്ന് കരുതുമ്പോൾ ട്യൂബ്ലൈറ്റ് പോലെ കൈ കത്തും, പ്രകാശിക്കും. അതാണ് നിങ്ങൾ കണ്ടത് എന്ന് ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. നബിയെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതിനെ വലുത് വേറെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇതൊരു സാധാരണ മനുഷ്യനല്ല. നബിയുടെ കൈയാണ് ഇപ്പൊ പറഞ്ഞത്. ഖതാദ റളിയല്ലാഹുവിന്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടി. ബഹുമാനപ്പെട്ടതാകുന്ന ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയായി കൈ മരണം വരെയും നിലകൊണ്ടു. ആവശ്യമുള്ള ഘട്ടങ്ങളിലൊക്കെ ആ കൈ ഇങ്ങനെ ഒന്ന് നിർത്തിയാൽ മതി, കൈ പ്രകാശിക്കും. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂര്യനാണ്. അവിടുത്തെ പ്രിയപ്പെട്ടതാകുന്ന പ്രവാചകത്വത്തിൽ സോദരങ്ങളാകുന്ന അംബിയാ മുർസലീങ്ങൾ നക്ഷത്രങ്ങളാ. ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു പോലും ഖുർആനിലൂടെ ലോകരെ വ്യക്തമായി പഠിപ്പിച്ചതല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് സ്വഹാബത്ത് പറയുകയാണ്, 14 രാവുദിച്ച് നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി അതിൻ്റെതാകുന്ന മനോഹാരിതയിൽ ഞങ്ങൾ ആനന്ദിച്ചുകൊണ്ട് ആകാശ സീമയിലേക്ക് നോക്കി മരുഭൂമിയിൽ ഞങ്ങൾ നിലകൊള്ളുമ്പോ ഫദഖല അലൈനാ റസൂലുള്ളാഹ്, പ്രവാചക പൊങ്കവൻ ഞങ്ങളിലേക്ക് കടന്നു വന്നു. ആ പ്രവാചകന്റെ മുഖ കമലത്തിലേക്കും ചന്ദ്രനിലേക്കും ഞങ്ങൾ മാറി മാറി നോക്കി. ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞു, റസൂലുള്ളാഹിക്കാണ് പ്രഭ കൂടുതലുള്ളത്. 14 രാവുദിച്ച് നിൽക്കുന്ന ചന്ദ്രനേക്കാൾ പ്രഭയുള്ളതായി ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ചത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണെന്ന് സ്വഹാബത്ത് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആ പ്രകാശത്തിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്യാന്ന് പറയും അറബിയിൽ. പറ്റിയെടുക്കലാണ് സ്വഹാബത്ത് നടത്തിയിട്ടുള്ളത്. ആ നബിതങ്ങളിൽ നിന്ന് പറ്റിയെടുക്കാണ് ഈ പ്രകാശം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ടാണ് ഈ മുസാഫാത്ത് ചെയ്യുന്നത്. മുസാഫാത്ത് ചെയ്യാറുണ്ട്. എവിടെ ചെയ്യുന്നു? പെരുന്നാളിന് പോലും ചെയ്യലില്ല. ഞാൻ ചോദിക്കട്ടെ, പെരുന്നാളിലെങ്കിലും ഖത്തീബിനെ മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകൾ മുസാഫത്ത് ചെയ്യലുണ്ടോ? ചെയ്യലില്ല. മുഴുവൻ ആളുകളും ചെയ്യലില്ല. ഞാൻ 10-30 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ടല്ലോ. ഖത്തീബായിട്ട് തന്നെ നമ്മൾ ജോലി ചെയ്തു. മുഴുവൻ ആളുകൾ ചെയ്യലേ ഇല്ല. ഒരു 50 പേര് ചെയ്താൽ ചെയ്ത് അത് തന്നെ 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്തിട്ട് കൈക്കൊണ്ട പിടിപ്പിക്കും. കാര്യമായിട്ട് എന്തോ ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി. കള്ള ഹയവാൻ
ഇത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓർക്കും അള്ളാഹത്ത് 10,000 രൂപ ഉണ്ടെന്ന് കരുതി. നിലത്തിടത്തില്ല, നിലത്ത് തട്ടം കിടപ്പുണ്ട്, അങ്ങോട്ട് ഇട്ടാൽ നാട്ടുകാർ കണ്ടെങ്കിലും എന്ന് കരുതി ഇയാൾ കൂടുതൽ കൊണ്ട് തന്നത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ കമ്മീഷന്റെ പോക്കറ്റ് ഒരുപാട് പോക്കറ്റിലൊക്കെ തിരികെ വെച്ച് റൂമിൽ കൊണ്ടുപോയി എടുത്തു നോക്കുമ്പോൾ ഹയവാൻ തന്നത് എത്രയാ? 10 നോട്ട് 100 ഉലുവായ തന്നത്. പെരുന്നാളിനത് കൊല്ലത്തിന് ആകോളൊരു കൈമടക്കാന്ന് ഓർത്തോണം. അതുപോലെ ആകെ മുസാഫത്ത് ചെയ്യാൻ പോകുന്നത് എത്ര പേരാ പോവാ? 50 പേര്. എന്റെ പൊന്നെ ഹബീബെ, നമുക്കറിയാമല്ലോ, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബാക്കിയുള്ളവർ ആ 10 നോട്ടെങ്കിലും കൊടുക്കേണ്ടി വരുമെന്ന് കരുതിയിട്ട് മുസാഫത്ത് വേണ്ട, ഖലാസ് യാ അല്ലാഹ് ഓടുകയാണ്. ഈ മുസാഫത്തൊക്കെ ഒരു കണക്ഷൻ ഉണ്ട്, മനസ്സിലാക്കണം. നമ്മുടെ ഉസ്താദുമാർ, ഇരിക്കുന്ന സമുന്നതരായ ആലിമീങ്ങൾ, അവരവരുടേതാകുന്ന ഉസ്താദുമാരെ, ആ ഉസ്താദുമാർ അവരുടെ ഉസ്താദുമാരെ, അങ്ങനെ ആ പരമ്പര നേരെ ചെല്ലുന്നത് വലിയ ഇമ്മത്തുകളിലേക്ക്, മഹത്തുക്കളിലേക്ക്, താബീയങ്ങളിലേക്ക്, മഹത്തുക്കളാകുന്ന സഹാബത്തിലേക്ക്, ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളിലേക്ക് എത്തിച്ചേരും. മുസാഫഹത്തിന്റെ മഹത്വത അൽ മുസാഫഹത്തു തസീദു ഫിൽ മവദ്ദ. ബഹുമാനപ്പെട്ടതാകുന്ന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ഡയലോഗാണ്. മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ തസീദു ഫിൽ മവദ്ദ, സ്നേഹം വർദ്ധിക്കുമെന്നാണ്. സ്നേഹം വർദ്ധിക്കും. സ്ത്രീകളുമായി, പുരുഷന്മാരുമായി മുസാഫഹത്ത്. അതിങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് അല്ല, കൈ ഇങ്ങനെ എടുത്തിട്ട്. ചിലർ കൈ പിടിച്ചിട്ട് നമുക്ക് ഹിളർ നബി ആണോ നോക്കാൻ വേണ്ടി വിരലെല്ലാം ഓടിച്ചിട്ട് അടച്ചോൻ കാത്ത അള്ളാഹത്ത് ഹിളർ നബി അല്ല, നമ്മളൊന്നും അങ്ങനെ നിൽക്കുക ചെയ്യരുത്. കൈ കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്കും ഉള്ള നെക്കി ഒരു പിടുത്തമുണ്ട്. അതെ, സുഖം തന്നെയല്ലേ ഒരു പിടുത്തം, അതോടുകൂടി നമ്മുടെ സുഖം തീർന്നു, അവർ സുഖം കിട്ടുകയും ചെയ്തു. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. അങ്ങനെയുണ്ട് ചില ആൾക്കാർ ഹിളർ നബി ആണോ നോക്കിയാന്ന് തള്ളവിരൽ പിടിച്ചൊരു ഓടി, അതോടെ തീർന്നു, ഉള്ള വിരലും കൂടി പോയി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അങ്ങനെയാണല്ലോ, തള്ളവരലിൽ എല്ലില്ല എന്ന് പറയപ്പെടുന്നു. അതിനാർക്ക് ഹിളർ നബി അലൈഹി ഇസ്ലാമിന്. അതുകൊണ്ട് തള്ളവരലിൽ പിടിച്ച് ഇങ്ങനെ ഒരു മുസാഫത്ത് കൂടിയുണ്ട്. മുസാഫത്ത് 2 രീതിക്ക്, എങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇവിടെ പിടിച്ചിട്ട് ചിലർ പിടിച്ചിങ്ങനെ അമുക്കി നോക്കും, ഇയാളെ ഹിളർ നബി ആണോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇത് ഉസ്താദ്മാർക്ക് തിരിയും. കാരണം അവർക്ക് ഈ മുസാഫത്ത് കിട്ടിയിട്ടുള്ളവർക്ക് ഈ അമുക്കലൊക്കെ മനസ്സിലാവുള്ളൂ. നല്ലപോലെ അമർത്തിപ്പിടിക്കും ചില ആളുകൾ. അതൊന്നും ചെയ്യരുത്, വളരെ ശ്രദ്ധിക്കണം. ഒരു കൈ ചേർത്ത് വെച്ചു, അതിന്റെ മുകളിൽ അവരും വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് നമ്മുടെ കൈ മറ്റൊരു അതേപോലെ. അങ്ങനെ അതാണ് മുസാഫഹത്ത്, മുഅ്മിനിന്റെ മുസാഫഹത്ത് അതാണ്. മറ്റേത് പാശ്ചാത്യരുടെ ശൈലിയാണ്, ഷെയ്ഖാന്റെ. നമ്മുടെ കൈ ഇങ്ങനെ ചേർത്ത് വെച്ചു. മുസാഫഹത്ത് എപ്പോഴും സുന്നത്താണ്. അതേസമയത്ത് മുആനക, കെട്ടിപ്പിടിക്കുന്ന പരിപാടിയുണ്ട്. ചിലർ കെട്ടിപ്പിടിച്ച് വാരിയിലൂടെ കോർത്തിങ് വിട്ടേക്കും. പെരുന്നാളിന് ആകെ ഒരു 100 രൂപയും തരും, 500 രൂപയുടെ തിരുമലിന് പോകേണ്ടി വരും. ആ കോലത്തിനൊരു പിടുത്തമാണ്. അല്ലാഹു മലക്കാക്കട്ടെ. അത് ചെയ്യരുത്. കാരണം മാലിൽ ഹത്തീമിനൊക്കെ സ്ഥിരം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ദീർഘ യാത്ര കഴിഞ്ഞ് വരുമ്പോഴും അല്ലെങ്കിൽ ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴും ഒക്കെയാണ് എന്തുള്ളത്, മുആനഖയുള്ളത്. ബാബുൽ മുസാഫഹത്തി വൽ മുആനഖത്തി, മിശ്കാത്ത് അടക്കമുള്ളതാകുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുസാഫഹത്ത് ചെയ്യുന്നതിന്റെയും മുആനഖ ചെയ്യുന്നതിന്റെയും ശ്രേഷ്ഠത വലിയ മഹത്താണത്. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നബിതങ്ങൾ അങ്ങനെയാണ്. ദീർഘയാത്രയെ കഴിഞ്ഞ് വരുമ്പോൾ ഓരോരുത്തരെ കെട്ടിപ്പിടിക്കും. ദീർഘദൂര യാത്രയെ കഴിഞ്ഞ് വരുമ്പോൾ അങ്ങനെ ചെയ്യണം. സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് മതി, മുസാഫഹത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പുറകിലൊന്ന് തടവിയും വിടും. നബിതങ്ങളുടെ ഒരു ശൈലിയാണ്. അപ്പം അയാളുടെ മനസ്സിൽ ഭയങ്കര സ്നേഹം വർദ്ധിക്കും. നമ്മൾ ചെയ്തു നോക്കുക, ഞാൻ വെറുതെ പറഞ്ഞല്ല. നമ്മുടെ ഈ ഉമ്മത്തൊക്കെ പരസ്പരം ഐക്യപ്പെടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ചെയ്യണം. പരസ്പരം അങ്ങനെ എല്ലാ ജുമാ കഴിഞ്ഞു എഴുന്നേൽക്കുമ്പോൾ വലത്തും ഇടത്തും നിൽക്കുന്ന ആളുകൾ പരസ്പരം ഒന്ന് മുസാഫഹത്ത് ചെയ്ത് നോക്കി. ഇത് വലത്തോട്ട് സലാം വീട്ടത്തില്ല, പകുതിയെ വീട്ടുള്ളൂ. മുമ്പ് കഴുത്ത് ഫുള്ള് വയ്ക്കൊണ്ടിരുന്ന, ഇപ്പൊ അങ്ങനെ വീട്ടുന്നില്ല. എന്താ കാരണം? പുറത്തിരിക്കുന്ന മറ്റവനാണ്, അങ്ങോട്ട് തിരിയുണ്ട്, ഇച്ചിരി വീട്ടിയിട്ട് അവനിങ്ങനെ നോക്കുന്നുണ്ട്, നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നേരെ നോക്കിയിരിക്കുക. ഇതാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്തിനാ സഹോദരങ്ങളെ വെറുപ്പും വിദ്വേഷവും? പരസ്പരം സ്നേഹിക്കാൻ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് മുസാഫഹത്ത് ചെയ്യാൻ എപ്പോഴും അത് വളരെ ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞതാരാ? ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു. ആരാ ഹസൻ ബസ്രി ഇമാം റളിയല്ലാഹു അൻഹു? മാഷാ അല്ലാഹ്, ഇറാഖിലാണ് അവരുടെ മക്ബറയുള്ളത്. ഹസൻ ബസ്രി ഇമാമിന്റെ അൽഹംദുലില്ലാഹ് സിയാറത്ത് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അള്ളാഹു പോകാൻ തൗഫീഖ് തരട്ടെ. ബസറ എന്ന് പറയുന്ന വലിയ പട്ടണത്തിൽ വിശാലമാക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ അന്ത്യവിശ്രമം ചെയ്യുന്നതാകുന്ന മക്ബറയിൽ വലിയ ഒരു മിനാരത്തിന്റെ കാൽഭാഗത്തായിട്ട് അദ്ദേഹത്തെ അടക്കം ചെയ്തിരിക്കുന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അള്ളാഹുവിനെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ.
ഹസൻ ബസരി റളിയല്ലാഹു അൻഹു, അല്ലാഹു നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അവരുടെ ചാരത്താണ് ബഹുമാനപ്പെട്ടതാകുന്ന ഇബ്നു സീരീൻ റളിയല്ലാഹു അൻഹു അടക്കം ചെയ്തിട്ടുള്ളത്. സ്വപ്ന വ്യാഖ്യാനത്തിന്റെ നേതാവ്, സ്വപ്ന വ്യാഖ്യാനമൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് ഇബ്നു സീരീൻ. അദ്ദേഹത്തെ അവിടെയാണ് അടക്കിയിരിക്കുന്നത്. അള്ളാഹു പോയി കാണാൻ തൗഫീഖ് തരട്ടെ. അതിന്റെ തൊട്ട് പുറകിൽ, ആ മഖബറയുടെ പുറകിലാണ് റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം ചെയ്തത്. സ്ത്രീകൾക്കൊക്കെ അറിയാവരെ. നഫീസത്തുൽ മിസ്രിയ ഉള്ളത് ഈജിപ്തിലാണ്. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അടക്കം ചെയ്തിരിക്കുന്നത് ഇറാഖിലാണ്. അള്ളാഹു അവിടെയൊക്കെ എത്തിപ്പെടാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറയുന്നത് ഈ ബഹുമാനപ്പെട്ടതാകുന്ന ഹസൻ ബസരി റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ സ്വഹാബത്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രേഷ്ഠതയുള്ള ആളുകൾ, അവരെ കണ്ട് ദീൻ പഠിച്ചിട്ടുള്ള ആളുകൾ. അതിൽ പ്രമുഖനാണ് ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ഹസൻ ബസരി ഇമാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലാണ്. അഥവാ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹ എന്ന പ്രവാചകരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ വീട്ടിലാണ്. അവിടെ ഒരു മടിത്തട്ടിൽ വളർന്ന വ്യക്തിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയുടെ ഖദ്ദാമ, വീട്ടുജോലിക്കാരി, അടിമസ്ത്രീയായിരുന്നു അവരുടെ പ്രിയപ്പെട്ട ഉമ്മ, ഹസൻ റളിയല്ലാഹു അൻഹു ഉമ്മ. വാപ്പയോ യസാർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അടിമയാണ്, നബി തങ്ങളുടെ അനുചരനാണ്, സ്വഹാബിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടതാകുന്ന ഈ ഉമ്മ ഇടയ്ക്ക് നബി തങ്ങളുടെ ഭാര്യയാകുന്ന ഉമ്മു സലമ ബീബി ചില ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അയൽവക്കത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്ത് ഈ കുഞ്ഞ് തൊട്ടിലിൽ കിടന്ന് കരയും. ആര്? നമ്മുടെ കഥാപുരുഷൻ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു. അപ്പൊ ഈ ഉമ്മ തൊട്ടിൽ നിന്ന് വാരിയെടുത്തിട്ട് മുലപ്പാല് കൊടുക്കും. ആരാ മുലപ്പാല് കൊടുക്കുന്നത്? റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹാ. മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു, ആ ഒരൊറ്റ ബറക്കത്ത് കൊണ്ട് അവർ ഏറ്റവും ഉന്നതരായ വ്യക്തിയായി മാറി, ഇൽമിൽ വലിയ അവഗാഹം നേടിയ വ്യക്തിയായി, താബിഈങ്ങളിൽ പ്രമുഖനായ വ്യക്തി. അദ്ദേഹത്തിന്റെ ഡയലോഗാണ്, മാസ്റ്റർ പീസുകളിൽപ്പെട്ട ഡയലോഗാണ് എന്ത്? അൽ മുസാഫഹതു തസീദു ഫിൽ മവദ്ദ. മുസാഫഹത്തിലൂടെ സ്നേഹം വർദ്ധിക്കും. നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. നിങ്ങൾ വീട്ടിലേക്കെല്ലാം എപ്പോഴും ഭാര്യ എടുത്ത് അസ്സലാമു അലൈക്കും കൊടുത്തു നോക്കി. രാവിലെ 2 ഓംലേറ്റ് നിങ്ങൾ പോലും അറിയാതെ സ്നേഹം വർദ്ധിച്ചു. മറ്റേത് രാവിലെ എഴുന്നേക്കുമ്പോൾ ചീത്തവിളിയായിരുന്നു. ഇപ്പൊ രാവിലെ 2 മുട്ട പുഴുങ്ങിയത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിരിക്കുക. നമ്മൾ തന്നെ ഞെട്ടി, ഇതെന്താ പരിപാടി? നേരത്തെ മുസാഫത്തിൽ കിട്ടിയതാ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. വേണേ ഇന്നൊന്ന് പരിശോധിച്ചോളൂ വീട്ടിൽ പോയിട്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ. അത് പറഞ്ഞപ്പോൾ തന്നെ പായസം വരികയാണ്. പിന്നെന്താ വേണം? അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഞാൻ വെറുതെ പറഞ്ഞില്ല കേട്ടാ. അതുകൊണ്ട് നിങ്ങൾ പിണങ്ങി നിൽക്കുന്നവരൊന്നും മൈൻഡ് ചെയ്യണ്ട. അങ്ങോട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞിട്ടൊന്ന് മുസാഫഹത്ത് ചെയ്തോ. ഭയങ്കര ബല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ പറയീൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈയാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, എന്റെ കാലിൽ ഒരു മുറിപ്പാട് കണ്ട് പലരും എന്നോട് ചോദിച്ചു, എന്താണ് സലമ കാലിൽ ഒരു മുറിപ്പാടുള്ളത്? അപ്പോഴാണ് ഞാൻ എന്റെ കൂട്ടുകാരെ ചേർത്ത് നിർത്തിയിട്ട് കഥ പറഞ്ഞു കൊടുത്തു. ഹുനൈൻ യുദ്ധം നടക്കുന്ന വേള ഹിജറയുടെ 8-ാം വർഷം ശത്രുക്കളുടേതാകുന്ന ഒരു വെട്ടിനാൽ, വാളുകൊണ്ടുള്ളതാകുന്ന ഒരു വലിയ വെട്ടിന്റെ കാലിൽ കിട്ടി. ആ വെട്ടിനാൽ ഞാൻ നിലത്ത് വീണുപോയി. കണങ്കാലിലാണ് വെട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല വെട്ടി പരിശീലിച്ചവൻ എവിടെ വെട്ടുള്ളൂ? കാല് നോക്കി വെട്ടുള്ളൂ. നല്ല കാല്, കണങ്കാല് നോക്കി വെട്ടിക്കഴിഞ്ഞപ്പോ എന്തായി? ആള് നിലത്തു. എത്ര വലിയ അജാനബാഹു ആണെങ്കിലും നിലത്ത് വീഴും. കാലിന് കറക്റ്റ് വെട്ടിയിരിക്കുക. ശത്രുക്കളുടെ വെട്ട് കിട്ടിയിട്ട് ബഹുമാനപ്പെട്ടവർ വീണുപോയി. അപ്പൊ ആളുകൾ ശവമഞ്ചമിലെടുത്ത്, മയ്യത്ത് കെട്ടിലെടുത്തിട്ട് ബഹുമാനപ്പെട്ടതാകുന്ന സലമത്ത് ബിൻ അക്വ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോകുമ്പോ ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഉസീബ സലമത്തു, മരണത്തിലേക്ക് എത്തിക്കുമാറുള്ള മാരകമാകുന്ന മുറിവാണ് സലമയ്ക്ക് കിട്ടിയിട്ടുള്ളത്, മരിക്കും ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞിങ്ങനെ കൊണ്ടുപോകുന്ന എനിക്കിങ്ങനെ കേൾക്കാം. അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്നെ കൊണ്ടുപോകാൻ നിൽക്കേണ്ടത്. എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി. വേറെ അങ്ങോട്ടും എന്നെ കൊണ്ടുപോകണ്ട. അല്ല, ഡോക്ടറെ അടുത്ത് അവിടെ ഒരു ഡോക്ടറും ഇല്ല. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയതുപോലെ അത്വബീബുൽ ഹാദിഖു, നൈപുണ്യമുള്ള ഡോക്ടർ, അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത് സ്വഹാബത്തിനറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകല്ലേ, നേരെ അങ്ങോട്ട് വിടും, വണ്ടി തിരിക്കും, നേരെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു. നബി എടുത്തോട്ട് വിടും. നബി ഉണ്ടല്ലോ അവിടെ സ്ഥലത്ത്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തുകയാണ്. സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയുകയാണ്, നബിയേ നബിയേ, തങ്ങളിതാ എന്നെ കാലൊന്ന് ചേർത്ത് വെച്ച് തന്നാലും റസൂലേ, തങ്ങളല്ലാതെ മറ്റാർക്കും കഴിവില്ല ഹബീബേ, തങ്ങളൊന്ന് ചെയ്തു തന്നാലും റസൂലേ റസൂലേ. ബഹുമാനപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കുമ്പോ മുറിവിന്റെ ആഴം വലുതാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ബഹുമാനപ്പെട്ടതാകുന്ന ഖതാദയോട് പറഞ്ഞതുപോലെ, നിന്റെ ഈ കാല് പരിശുദ്ധ ദീനിലെ ഷഹീദാവട്ടെ, ദീനിനു വേണ്ടി സമർപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ഇതേ യുദ്ധത്തിൽ തന്നെ ഈ കാല് വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യണം, തങ്ങൾ എനിക്കതിന് സൗകര്യം ചെയ്തു തരണം റസൂലേ, തങ്ങൾ വിചാരിച്ചാൽ നടക്കുമെന്ന് ബഹുമാനപ്പെട്ട സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ റസൂലുള്ളാഹി നിലത്തിരിക്കുകയാണ്. കാലെടുത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ വലത് കൈയിലേക്ക് ചേർത്ത് വെച്ചു. എന്നിട്ട് ശറഫാക്കപ്പെട്ട വലത് കൈ കൊണ്ട് ഇങ്ങനെ ചേർത്തങ്ങോട് ചേർത്ത് വെച്ചിട്ട് ഫനഫസ ഫീഹി സലാസ നഫസാത്ത്. ഉസ്താദുമാര് മന്ത്രി ചൂതുന്നതിൽ അസിലുണ്ടോ? ചോദിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, പഠിച്ചു വെക്കേണ്ട പാഠമാണ് പാഠമാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹ് മുസ്ലിമിൽ കൊണ്ടുവന്നിട്ടുള്ള സഹീഹായ ഹദീസല്ലേ, ലോക മുസ്ലിമീങ്ങൾ അംഗീകരിച്ചതല്ലേ. ഫനഫസ ഫീഹി സലാസ നഫസാത്ത്. 3 ഊതലൂതുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓതാൻ അറിയണം, ഊതാൻ അറിയണം. ഓതാൻ അറിയാത്തവൻ ഊതാൻ പോകരുത്, അത് പ്രത്യേകം മനസ്സിലാക്കണം. അതപ്പോ ഇന്ന് നടക്കുന്നത്. ഓതിയിട്ടില്ല, എന്തേ ഉള്ളൂ, ഊതല് മാത്രം. അവന്റെ ഹൽക്കിന് പിടിച്ചിട്ട് ദൂരോട്ട് അറിയണം. അവൻ ഒറ്റ അക്ഷരം ഓതിയിട്ടില്ല. ABCD അറിയാൻ മേല, പച്ച കുപ്പായ ഇട്ടുകൊണ്ട് പൈവിരല് 10 മോതിരം ഇട്ടുകൊണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഹമുക്കുകളുണ്ട്. അവനെ എടുത്ത് വീട്ടിൽ നിന്ന് പുറത്തിറക്കണം. കള്ള ഷെയ്ഖ്, വ്യാജ ഷെയ്ഖ്, തരീഖത്തിന്റെ മശായിഖ്, അത് ഇതെന്നും പറഞ്ഞൊക്കെ ഇരിക്കുന്നവരുണ്ട്. യഥാർത്ഥ അഹ്ലുസുന്നയുടെ ഉലമാക്കളെ പറയിപ്പിക്കാനാണ്. സാമ്പത്തിക ചൂഷണമാണ്. ഓതാൻ അറിയുന്നവൻ ഊതിയാൽ അതിൽ ഫലമുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഇറക്കപ്പെട്ടതാ പ്രവാചകർക്കല്ലേ, പരിശുദ്ധ പ്രവാചകന്റെ നാവിലൂടെ തത്തിക്കളിക്കുന്ന ദിക്റല്ലേ. വഖൽബുഹു ലം യനം വൽ ഐനു ഖദ് നാസത്. ആ പ്രവാചകന്റെ കണ്ണ് അടഞ്ഞിരിക്കുന്ന വേളയിൽ പോലും ഖൽബ് ഉറങ്ങാറില്ല, സദാസമയം ദിക്റിലാണ്. അല്ലാഹുവിലേക്ക് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തുന്ന ഹൃദയമാണ് ആ പരിശുദ്ധ പ്രവാചകൻ. അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് മനോഹരമാക്കപ്പെട്ട 3 ഊതൂതുകയാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. പരിപൂർണമായി ശിഫയാകുകയാണ്. സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് പരിപൂർണമായി ശിഫയാകുകയാണ്. ആളുകൾ അത് കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുമ്പോ, ഇപ്പോൾ വല്ല വേദനയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് പറയുമത്രേ, ഇന്ന് വരെ ഒരു വേദന, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസമോ എന്റെ കാലിനുണ്ടായിട്ടില്ല. റസൂലുള്ളാഹി അന്ന് ശിഫപ്പെടുത്തിയതിനു ശേഷമെന്ന് സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ടതാകുന്ന സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ ഷഹീദാക്കപ്പെട്ടു. വലിയ കോലാഹലങ്ങൾ മദീനയിൽ, പിന്നീട് വലിയതാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അടിയന്തര സാഹചര്യം ഉണ്ടായപ്പോ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറി നിന്നാൽ കൊള്ളാമെന്ന് കരുതി ബഹുമാനപ്പെട്ട സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലെ വിഷയങ്ങളും കോലാഹലങ്ങളും ഒക്കെ ആണല്ലോ, മാറി നിൽക്കാമെന്ന് കരുതി നമ്മൾ നേരത്തെ പറഞ്ഞ ഇറാഖിലെ റബദ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് മദീനയിൽ നിന്ന് യാത്ര ചെയ്തു പോയി. ദൂരെയാണ് ഇറാഖ്. അവിടെ പോയി പിന്നെ മരിക്കുന്നതിന് കുറച്ചു കാലം മുമ്പാണ് തിരിച്ച് മദീനയിലേക്ക് വന്നതെന്ന് ചരിത്രം. ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പിന്നെ അദബുൽ മുഫ്രദിൽ പറയുന്നു. ബുഖാരി ഇമാമിന്റെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ്. വകാന സ്വഹാബത്തു വതാബിഊന യുസാഫിറൂന ഇലാ റബദ. ബഹുമാനപ്പെട്ടതാകുന്ന സ്വഹാബത്തും പിൽക്കാലത്തുള്ളതാകുന്ന താബീയങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ടതാകുന്ന സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാണുവാനും അദ്ദേഹത്തിന്റെ ഈ മുറിപ്പാട് കാണാനും വേണ്ടി അവരൊക്കെ എങ്ങോട്ട് യാത്ര ചെയ്യും? ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ഇറാഖിലെ റബദയിലേക്ക് പോകുമായിരുന്നു. എന്നിട്ടോ അവിടെ എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ഈ മുറിപ്പാട് കണ്ടതിற்கு കഴിഞ്ഞതിന് ശേഷം കഥയൊക്കെ കേട്ടിട്ട് കൈപിടിച്ചു ചുംബിക്കും. ലി തഖ്ബീലി യദി സലമ. സലമത്തുൽ അക്ബർ
റളിയല്ലാഹു അൻഹു കൈ ചുംബിക്കും. എന്നിട്ട് അവര് പറയും, ഈ കൈ കൊണ്ടല്ലേ തങ്ങളെ പിടിച്ചത്, നബി തങ്ങളുടെ കൈ ബൈഅത്ത് ചെയ്ത കൈയല്ലേ, ആ കൈയും കൊണ്ടൊന്ന് നീട്ടിക്കേ എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ചുംബിക്കുമായിരുന്നു എന്ന് എന്റെ വാക്കല്ല, ഞങ്ങളുടെ ആരെയും വാക്കല്ല, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയതാണ്. അതൊക്കെ ചരിത്ര രേഖയാണ്, മനസ്സിലായിക്കോ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ വെട്ട് കിട്ടിയത് കാണിക്കാൻ പറയും, വെട്ട് കിട്ടിയത് ചോദിക്കാൻ. എന്റെ കഥയൊക്കെ മൂപ്പര് ഇങ്ങനെ ചരിത്രമൊക്കെ പറയും. മരിക്കാൻ പോയ സംഭവം ആളുകൾ വെട്ട് കിട്ടിയിട്ട് പറഞ്ഞു ഉസീബ സലമത്തു എന്ന് പറഞ്ഞ നിലമക്ക് വലിയ മാരക മുറിവേറ്റിട്ടുണ്ട്, തീരും എന്ന് പറഞ്ഞെടുത്താണ്. ചികിത്സിച്ച എങ്ങനെയാ? ഒരു പരിപാടിയില്ല, അങ്ങോട്ട് കൈ അങ്ങോട്ട് വെച്ചിട്ട് ചേർത്ത് വെച്ചിട്ട് 3 ഊതല് ഊതിയാ പല്ല് കയറിച്ച് അങ്ങോട്ട് പോവുകയും ചെയ്യും. ഇഷിഫി എന്ന് പറഞ്ഞാൽ ഷിഫിയാക്കുന്ന അതിന്റെ അർത്ഥം തന്നെ അങ്ങനെയാണ്. ഇത് ഓരോന്നിനും അസലുണ്ട് സഹോദരങ്ങളെ, ഇത് വെറുതെ കാട്ടിക്കൂട്ടുന്ന പരിപാടികളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തു വെച്ചു. മാഷാ അല്ലാഹ്, പൂർണ്ണമായി ഷിഫയായി. 8-10 പരിപാടിയില്ല. കാരണം എന്താ? ഈ കാല് വെട്ടിപ്പോയതാണ്, ഞുറുങ്ങിപ്പോയതാണ്. ഇത് തിരിച്ചു വെച്ചിട്ട് ഒരു കാല് പൊങ്ങി ഒരു കാല് ഇത് ഒന്നുമില്ല, കറക്റ്റാണ്, പക്ക ചികിത്സയാണ്. അത്വബീബുൽ ഹാദിഖു, നൈപുണ്യമുള്ള ഡോക്ടർ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ പ്രവാചകനെയാണോ നിസ്സാരവൽക്കരിക്കുന്നത്? ഇതൊരു സാധാരണ മനുഷ്യനാണെന്ന് പറയേരുത്. അങ്ങനെ പറഞ്ഞ പണി കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. തങ്ങള് ഭ്രാന്തനാണെന്ന് പറഞ്ഞ് മക്കയിലെ തെരുവിലൂടെ നടന്നതാകുന്ന മനുഷ്യനല്ലേ വലീദ് ബിൻ മുഗീറ. അല്ലാഹ് അല്ലാഹ് ഇന്നക ലമജ്നൂൻ. തങ്ങള് ഭ്രാന്തനാണ്, മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ ഭ്രാന്തനാണെന്ന് മക്കയിലെ ഓരോ തെരുവിലൂടെയും വിളിച്ചു പറഞ്ഞതാകുന്ന വലീദ് ബിൻ മുഗീറ അവനതാകുന്ന സ്വഭാവം മോശപ്പെട്ടതാകുന്ന ശൈലിയിലേക്ക് വന്നപ്പോ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിലൂടെ 10 ആക്ഷേപങ്ങൾ അവന്റെ മേൽ ചൊരിയുകയാണ്. നബിതങ്ങളെ വേദനിപ്പിക്കുമ്പോഴൊക്കെ പ്രതികരിച്ചത് അള്ളയാണെന്നറിയണേ. നമ്മളിലേറെ നബിതങ്ങളെ സ്നേഹിച്ചത് അല്ലാഹുവാണ്. നബിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാ അപ്പൊ പ്രതികരിക്കും ആര്? അല്ലാഹു. ഖുർആൻ ചരിത്രാണ്, സമയമില്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ എത്ര ആയത്തോതി പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നൂൻ والقلم وما يسطرون ما أنت بنعمة ربك بمجنون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകരെ മദ്ഹ് ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്. അല്ലാഹ് തന്നെ പ്രവാചകരുടെ മദ്ഹ് ഓതുകയാണ്. നബിയേ നബിയേ, അല്ലാഹുവിന്റെ വലിയതാകുന്ന അനുഗ്രഹം കൊണ്ട് തങ്ങൾ ഒരിക്കലും ഭ്രാന്തനല്ല കേട്ടോ. മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. തങ്ങളെ ഭ്രാന്തനാക്കിയവനാണ് ഭ്രാന്തുള്ളത്. അറിയുമോ? ഖുർആൻ അവനെ കുറിച്ച് 10 ആക്ഷേപത്തിന്റെ വചനങ്ങൾ പറയുകയാണ്. ഫലാ തുതി' കുല്ല ഹല്ലാഫിൻ മഹീൻ ഹമ്മാസിൻ മശായിൻ ബിനമീം മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബഅദ ദാലിക സനീം അൻ കാന ദാ മാലിൻ വബനീൻ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ചില ആളുകളുണ്ട് സമൂഹത്തിൽ, അന്നുമുണ്ട് ഇന്നുമുണ്ട്. സമ്പത്ത് അല്പം കൂടുമ്പോ പ്രവാസിയായിട്ടോ അല്ലെങ്കിൽ നാട്ടിൽ തന്നെ കൃഷിയിലൂടെയോ സമ്പത്തും തറവാടുത്തും കടന്നു വരുമ്പോ മക്കൾ ധാരാളമുണ്ട്, അവരിലൂടെ സമ്പാദ്യം ധാരാളം കുമിഞ്ഞുകൂടുമ്പോ പരിശുദ്ധ ഇസ്ലാമിനെ എതിർക്കുന്നവരാണ്, ദീനിനെ കളവാക്കുന്നവരാണ്, ഉലമാക്കളെ ചീത്ത വിളിക്കുന്നവരാണ്, ഔലിയാക്കളെ അപഹസിക്കുന്നവരാണ്, അമ്പിയാക്കളെ ചീത്ത
ചീത്ത വിളിക്കുന്നവരാണ്, അവർ സാദാ സീത മനുഷ്യരാണെന്ന് വിളമ്പുന്നവരാണ്. മൗലിദ് വേണ്ട, റാത്തീബ് വേണ്ട, ഹദ്ദാദ് വേണ്ട, ദിക്ർ വേണ്ട, ഔറാദുകൾ വേണ്ട, നിസ്കാരത്തിന് ശേഷമുള്ളതാകുന്ന കൂട്ടുപ്രാർത്ഥന വേണ്ട. എല്ലാത്തിനും എതിരായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. സമ്പത്തുണ്ടായതിന്റെ അഹങ്കാരമാണ്, മക്കള് ധാരാളം ഉണ്ടായതിന്റെ അഹങ്കാരമാണ്. എന്നാൽ പഠിച്ചു വെക്കണേ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉപമ പരിശുദ്ധമായ ഖുർആനിലൂടെ പ്രവാചകർ പരിശുദ്ധ ഖുർആനിലൂടെ ലോക ജനതയ്ക്ക് ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി വിഷമിപ്പിച്ചതാകുന്ന വലീദ് ബിൻ മുഗീറ ധാരാളം സമ്പത്തിന്റെ ഉടമയായിരുന്നു, ധാരാളം സന്താനങ്ങളുടെ ഉപമയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ഭ്രാന്തനാണെന്ന് മക്കയിലെ തെരുവിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടന്നതാകുന്ന മനുഷ്യനെ കുറിച്ച് അല്ലാഹു തന്നെ ആക്ഷേപത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. ഫലാ തുതി കുല്ല ഹല്ലാഫിൻ മഹീർ. കള്ളസത്യമിട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നടക്കുന്നതാകുന്ന വലീദ് ബിൻ മുഗീറയെ പോലെയുള്ളതാകുന്ന തമ്മാടികളെ ഒരിക്കലും തങ്ങൾ വഴിപ്പെടരുത് റസൂലേ. അവൻ മോശപ്പെട്ടവനാണ്, മഹീർ, ഏറ്റവും വലിയ നിന്ദനാണ്, നിസാരനാണ്. അവനെ തങ്ങൾ വഴിപ്പെടരുത്. മന്നാഇൽ ഖൈരി, എല്ലാ ഖൈറുകളെയും തടയുന്നവനാണ്. മുഅ്തദിൻ, അവൻ അക്രമിയാണ്, പരിധി ലംഘിച്ചവനാണ്. അസീമിൻ, ഏറ്റവും വലിയ കുറ്റവാളിയാണ്, കുറ്റവാളിയാ. ഉതുല്ലിൻ ബഅദ ദാലിക സനീം, അവനെ കുറിച്ച് പറഞ്ഞു അഹങ്കാരിയാണ്, ധിക്കാരിയാണ്, ഏശനിക്കാരനാണ്, ജനങ്ങൾക്കിടയിൽ ഫസാദും ഫിത്നയുമായി നടക്കുന്നവനാ. എല്ലാം പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, സമ്പത്തിന്റെയും മക്കളുടെയും വലിയ കൂടുതൽ കാരണമായിട്ടാണ് ഈ രീതിയിലുള്ള അക്രമവുമായി അവൻ നടക്കുന്നത്. അറിയണേ നബിയേ, അവൻ വ്യഭിചാരത്തിലൂടെ ഉണ്ടായ സന്തതിയാണ്, ജാരസന്തതിയാണ് അവനെന്ന് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയപ്പോൾ വല്ലാതെ വിഷമിച്ചു. ഖുർആനിന്റെ വചനമല്ലേ? ഓടുകയാണ് വലീദ്. തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ചോദിച്ചു, സത്യം പറയണേ, ഞാൻ ആരുടെ മകനാണ്? ഞാൻ ഇതുവരെ വിളിച്ചു പറഞ്ഞു നടക്കുന്നത് ഇന്ന വാപ്പയുടെ മകനാണ്. എന്റെ വാപ്പ ആരാണെന്ന് ചോദിക്കുമ്പോ ഉമ്മയതാ സത്യം വെളിപ്പെടുത്തുകയാണ്. അന്ന് വരെ വലിയ ആഭിജാത്യമായി കുലമഹിമയുടെ തറവാട് മഹിമയും പറഞ്ഞു നടന്ന അവനോട് ഉമ്മ വിളിച്ചു പറയുന്നു, മോനെ, നിന്റെ വാപ്പ നീ യഥാർത്ഥത്തിൽ കരുതിയ ഉപ്പയല്ല, നീ ജാരസന്തതിയാണ് എന്ന് ഉമ്മ ലോകത്തോട് വെളിപ്പെടുത്തുകയാണ്. ഖുർആനിലെ കാലത്തിന്റെ കാവ്യനീതി. ഖുർആൻ പറഞ്ഞു, ഓം വ്യഭിചാരിയാണ്, അവൻ ജാരസന്താനമാണ്, ജാരസന്തതിയാണ്, അവൻ യഥാർത്ഥ സ്വാലിഹായ കുട്ടിയല്ല. അപ്പോഴാണ് ഇളകിയത്, മൊത്തത്തിൽ തകർന്നു. 10 ആക്ഷേപത്തിന്റെ വാക്കുകളാ അല്ലാഹു ഖുർആനിലൂടെ നൽകിയത്. നബിയെ ഒന്ന് തൊട്ടപ്പോ 10 എണ്ണം തിരിച്ചു തൊട്ടു. നബിയല്ല, അല്ലാഹു തന്നെ കൊടുക്കാൻ. നബി മൈൻഡ് ചെയ്യുന്നില്ല. പഠിക്കണേ, പ്രവാചകരെ കുറിച്ച് പഠിക്കണേ, റസൂലുള്ളാഹിയെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ റസൂലുള്ളാഹിയെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടതാകുന്ന മക്കൾ എത്രയാണ്? കഴിഞ്ഞ 23 മാസങ്ങൾ കൊണ്ട് മരണപ്പെട്ടവരുടെ കണക്ക് തന്നെ വാഷിംഗ്ടൺ പ്രസ് ലോകത്തോട് വിളിച്ചു പറയുന്നു. 60,000-ത്തിലധികമാ. അല്ലാഹുവേ, ശ്രോതാക്കളുടെ പട്ടികയിലേക്ക് അവരെ നീ ചേർക്കണേ. 60,000-ത്തിലധികം. ഈ 60,000-ത്തിൽ പെട്ടതാണ് 18,500-ഓളം വരുന്നത് പിഞ്ചോമന മക്കളാണ്, ചെറിയ കുട്ടികൾ. അതിൽ തന്നെ 1000-ഓളം അധികം കുട്ടികൾ 1 വയസ്സിന് താഴെയുള്ള ചെറിയ മക്കൾ. ആലോചിച്ചു നോക്കുക, എത്ര ക്രൂരമായ ശൈലിയാണ് ഇസ്രായേലി നരനായാട്ടം എടുത്ത ഡിഫൻസിൻ്റെതാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, സൈനികർ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
IFS-ന്റേതാകുന്ന അവിടുത്തെ പ്രവർത്തകർ അഥവാ അവിടുത്തെ സൈന്യത്തിന്റെ വാഹകർ ഇസ്രായേലിന്റെ സൈന്യവ്യൂഹം പാവപ്പെട്ട ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കിയിട്ടോ അവരെ അപമാനിച്ചിട്ടോ അവരുടേതാകുന്ന അടിവസ്ത്രം ഇട്ടുകൊണ്ട് പരസ്യമായി നൃത്തനരങ്ങുകൾ നടത്തുന്നത് ടിക്ടോക്കിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം നിങ്ങൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നല്ലതുപോലെ ദ്വാരക്കേണ്ട സമയമാണ്. അല്ലാഹു ഫലസ്തീനികൾക്ക് സംരക്ഷണം നസീബാക്കട്ടെ. അല്ലാഹുവേ നീ സംരക്ഷണം കൊടുക്കണേ അല്ലാ. 60,000-ത്തിലധികം ആളുകളാണ് മരണപ്പെട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ വിവിധങ്ങളാകുന്ന കെട്ടിടങ്ങളെ തകർക്കപ്പെട്ട് അതിനടിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. ശരീരം കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല. കണ്ടെത്തി സംസ്കരിച്ചവരുടെ ശരീരമാണ് പറയുന്നത് 60,000-ത്തിലധികം. കേവലം 2 വർഷങ്ങളുണ്ടായ കലാപമാണ് ദുരിതഭൂമിയാക്കിയില്ലേ, തകർത്തില്ലേ. എത്ര പള്ളികളാണ് തകർക്കപ്പെട്ടത്? 172 പള്ളികളാണ് ഗസയിലും ഫലസ്തീനിലുമായി തകർക്കപ്പെട്ടത്. നിസ്കരിക്കാൻ പള്ളികളില്ല. എന്നിട്ട് പോലും തകർക്കപ്പെട്ടതാകുന്ന മിനാരങ്ങളുടെ താഴെ പാവിരിച്ചിട്ട് നമസ്കരിക്കുന്നതാകുന്ന ഫലസ്തീന് മക്കളെ കണ്ടില്ലേ. അല്ലാ അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തല്ലേ നമ്മളും അവരും. നമുക്ക് കിട്ടിയിരിക്കുന്ന നേട്ടം എത്രയാണ്? 5 നേരം കൃത്യമായി പള്ളികൾ നമസ്കരിക്കാൻ നിസ്കാര പള്ളികളുണ്ട്, ചെറിയ ചെറിയ സ്രാമ്പികളുണ്ട്, ജുമുഅത്ത് പള്ളികളുണ്ട്. അത് തന്നെ അറിയപ്പെട്ടതാകുന്ന വലിയ മഹല്ലത്തുകൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. എന്തേ നമുക്ക് ജുമുഅയും ജമാഅത്തും ഒന്ന് ശ്രദ്ധിച്ചുകൂടെ? നമ്മുടെ നബിയുടെ വലിയ അഹ്ലുകാരാണ്, പക്ഷെ ഇപ്പോഴും നിസ്കാരമില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവർക്കോ നിസ്കരിക്കാൻ പള്ളിയില്ല. എന്നിട്ടോ തകർക്കപ്പെട്ട പള്ളിയുടേതാകുന്ന മിനാരം അതിന്റെ താഴെ വന്നിട്ട് മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നു. അതിന്റെ ചിത്രം കണ്ടില്ലേ? വീഡിയോകൾ കണ്ടില്ലേ? ഹെലികോപ്റ്ററിലൂടെ മോളിൽ നിന്നിട്ട് അവരുടെ വിഷ്വൽ പകർത്തിയിട്ട് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. കണ്ടില്ലേ ഈ കൗം ഇപ്പോഴും നിസ്കരിക്കുന്ന സമയത്ത് തലയ്ക്ക് മീതെ ബോംബ് വർഷിക്കാൻ കാത്തു നിൽക്കുകയാണ് ശത്രുക്കള്. പക്ഷെ അവരുടെ മുന്നിൽ നിസ്കരിക്കാൻ മടിയില്ല, കാരണം മരിക്കാൻ തയ്യാറായി നിൽക്കാം. അല്ലാഹുവേ നമസ്കാരത്തിന് സമയമായി, ജുമാ നമസ്കാരത്തിന് സമയമായി. ഖതീബ് വന്നു, പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല, കൂടുതൽ ഖുതുബ ദീർഘിപ്പിക്കാൻ കഴിയുന്നില്ല. ഖുതുബയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്, കാരണം എനിക്ക് സംസാരിക്കാൻ ശേഷിയില്ല, വിശപ്പ് കൊണ്ടാണ്. നിങ്ങൾക്ക് കേൾക്കാനുള്ള ശേഷിയില്ല, നിങ്ങളും വിശപ്പിലാണ്. നമുക്ക് നിസ്കാരം തുടങ്ങാം. അഖിമിസ്സലാ, നിസ്കാരം തുടങ്ങാമെന്ന ഖതീബിന്റെ വചനം പറയുന്നതായ ഒരേ ഒരു സ്ഥലം ലോകത്തുള്ളൂ, അത് ഫലസ്തീനിലാണ്. അല്ലാഹുവേ പരിപൂർണമായ സംരക്ഷണം അവർക്ക് നീ നസീബാക്കണേ അല്ലാഹ്. ഖുതുബ ഓതി പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, കരഞ്ഞുകൊണ്ട് ഖതീബ് പറയുന്ന വാക്ക് നമ്മൾ കേട്ടതാണ്. ഞാൻ എൻ്റെ ഖുതുബ ചുരുക്കുന്നു, കാരണം വിശപ്പ് കൊണ്ട് എനിക്കധികം സംസാരിക്കാൻ പറ്റുന്നില്ല. വിശപ്പിനാൽ നിങ്ങൾക്ക് അധികം കേൾക്കാനും പറ്റുന്നില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ആലോചിച്ചു നോക്കണേ. ഈജിപ്തിലേതാകുന്ന പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അക്കാറയുടെ നിർദ്ദേശപ്രകാരം ആ നാട്ടിലെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകയാണ് ആദ്യമായിട്ട് ഒരു ചെറിയ കുപ്പിയിൽ ഒരു കൽപ്പം അരിയെടുത്തുകൊണ്ട് നദിയിലേക്ക് എറിഞ്ഞത്. അത് അക്കരെ എത്തിച്ചത് അല്ലാഹുവാണ്. അക്കരെ എത്തിയിട്ട് ആ ചെറിയ കുപ്പിയിൽ നിന്ന് കിട്ടിയതാകുന്ന ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് കത്തുവിടുന്നു. മാഷാ അല്ലാ, നന്ദി അറിയിച്ചുകൊണ്ടുള്ള കത്താണ്, ഫോൺ സന്ദേശമാണ്. അപ്പോഴാണ് ആളുകൾ പിന്നെ കുപ്പിയിൽ അരി നിറച്ചിട്ട് എല്ലാവരും എറിയാൻ തുടങ്ങി. ഖത്തറിലെയും യുഎഇയിലേക്കുമുള്ളതാകുന്ന അധികാരികൾ ഹെലികോപ്റ്ററുകളും അല്ലാതെ വിമാനത്തിലും ഒക്കെ കൊണ്ടുവന്ന് ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് അവിടേക്ക് ഇട്ടുകൊടുത്തു. അപ്പൊ പിന്നെ ഔമരെ നശിപ്പിക്കാൻ തുടങ്ങി, ഖത്തറിലേക്ക് ബോംബ് വർഷിച്ചു, സഹായിക്കുന്നവരെ തകർക്കും. ആലോചിച്ചു നോക്ക് നിങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്താണ് അവസ്ഥ? ഇത് ലോകരാജ്യങ്ങൾ ഒന്നായിട്ടുണ്ടാകും, എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് നിലയ്ക്കൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇന്ന് തീരും നാളത്തിനൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇസ്രായേലി ജനത എന്ന് പറയുന്നത് ലോകം മുഴുവനും എടുത്ത് തട്ടിയ കൗമാണ്. ആര് സ്വീകരിച്ചില്ല, സ്വന്തമായി രാജ്യമില്ല, ഭൂമിയില്ല. അവർക്ക് അഭയം കൊടുത്ത മണ്ണാണ് ഫലസ്തീന മക്കൾ. സാധുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വന്നോ, ഇവിടെ താമസിക്കാന്ന് പറഞ്ഞ് അഭയം കൊടുത്തത് അവസാനം ഒട്ടകത്തിന് ഇട കൊടുത്തതുപോലെയായി. അവരെ ആട്ടി പുറത്താക്കാണ്. പുറത്താക്കെന്ന് പറഞ്ഞാൽ ഉന്മൂലനം ചെയ്യാൻ, കൊന്നുകളയാണ്. അല്ലാഹു കാക്കുമാറാവട്ടെ. എത്ര വലിയ മോശപ്പെട്ടതാകുന്ന ആളുകൾ, ചതിയന്മാർ, വഞ്ചകന്മാർ.
ലോകം കണ്ട ഏറ്റവും വലിയ ചതിയുടെ അഹലുകാരാണ് അവർ. ഇസ്രായേലി 1948 പാരീസിൽ വെച്ചുകൊണ്ട് UN ഐക്യരാഷ്ട്രസഭ ഒരു തീരുമാനത്തിലെത്തി. മനുഷ്യാവകാശ ദിനം എന്ന് പറഞ്ഞ് ഒരു ദിവസം നമുക്ക് വേണം. അങ്ങനെ ഡിസംബർ 10 അവർ യോഗം കൂടിയിട്ട് അവർ തീരുമാനിച്ചു, നമുക്ക് എല്ലാ വർഷവും ഇനി ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം എന്ന പേരിൽ ഒരു ദിവസം ആചരിക്കാം. എന്താണ് ആ ദിവസം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്? മനുഷ്യന്റെ അവകാശങ്ങളെ ധ്വംസിക്കപ്പെടുത്തരുത്, മനുഷ്യത്വത്തെ പരിഗണിച്ച് അവന്റെ ജീവനും അവന്റെ സ്വത്തിനും പരിപൂർണമായി സംരക്ഷണം കൊടുക്കണം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചു. സഹോദരങ്ങളെ, വല്ലതും നടപ്പിലാക്കുന്നുണ്ടോ? 1948 പാരീസിൽ വെച്ചുകൊണ്ട് ഡിസംബർ 10 കൂടിയതാകുന്ന യോഗത്തിൽ മനുഷ്യാവകാശ ദിനമെന്ന് പറഞ്ഞൊരു ദിവസത്തെ പ്രഖ്യാപിച്ച് 1950 മുതൽക്ക് ഈ രാജ്യത്തത് നിലകൊള്ളുന്നു. ലോകങ്ങൾ മുഴുവൻ അംഗീകരിച്ചു. ലോകം മുഴുവൻ മനുഷ്യാവകാശ ദിനമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡിസംബർ 10 ഇന്നും ആഘോഷിക്കുന്നുണ്ട്. 24 ആഘോഷിച്ചു. ഡിസംബർ 10 വരാനിരിക്കുകയാണ് ഈ വർഷവും മനുഷ്യാവകാശ ദിനം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ദിനം ന്യൂസിൽ ഇങ്ങനെ പറയും. ആരെയാണ് ഇവിടെ മനുഷ്യനായിട്ട് കണക്കാക്കുന്നത്? ഫലസ്തീന്റെ മക്കൾ 2 വർഷമായി ഒക്ടോബർ 7 ആകുമ്പോൾ 2 കൊല്ലം തികയാണ് തുടർച്ചയായിട്ടുള്ള അവരുടെ മേലുള്ള കുതിര കയറൽ. ഉറക്കമില്ല സഹോദരങ്ങളെ, 2 കൊല്ലമായിട്ട് ഉറങ്ങിയിട്ടില്ല മക്കൾ. ആലോചിച്ച് നോക്ക്. നമ്മളിപ്പോ ഇന്നത്തെ ഈ ഒരു രാത്രിയിൽ, ഈ ഒരൊറ്റ രാത്രിയിൽ നമുക്കൊരു ഭീതിയില്ല, ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ഈ ഒരൊറ്റ രാത്രിയിൽ ഈ സദസ്സ് ഇങ്ങനെ നീണ്ടുപോയാൽ നമുക്ക് പ്രയാസമല്ലേ? കഥനകളില്ലേ, കസേര ഒഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ തന്നെ പ്രയാസമായിട്ടുണ്ട്. ശരിയായി നിർത്തിയാൽ കൊള്ളായിരുന്നു. ഇത് നീണ്ടുപോയുള്ള അവസ്ഥ എന്താ? നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, നേരം വെളുക്കുന്നവരെ ഇങ്ങനെ ഇരുന്നു. ഇന്നത്തെ ഒരൊറ്റ ദിവസം ഉറങ്ങിയില്ലെങ്കിൽ നാളത്തെ ദിവസത്തെ അവസ്ഥ എന്താ? വജഅൽനാ നൗമക്കും സുബാത്ത. ഖുർആൻ പറഞ്ഞു, രാത്രിയെ നിങ്ങൾക്ക് വിരിപ്പാക്കിയിരിക്കുന്നു. രാത്രിയിൽ 1 മണിക്കൂറിന് പകരം പകല് 3 മണിക്കൂർ ഉറങ്ങിയാലും സമമാവൂല. രാത്രിയിലെ ഉറക്കം അത്രമേൽ ശാന്തസുന്ദരമാണ്. അതുകൊണ്ടാണല്ലോ ഇശാ കഴിഞ്ഞാൽ പിന്നെ ദുന്യവിയായ വർത്താനമൊന്നും പറയരുത്. വേഗം എന്തെങ്കിലും ഓതലും പറയലും കഴിഞ്ഞിട്ട് വേഗം കിടക്കണം. കാരണം തഹജ്ജുദ് നിസ്കരിക്കാൻ നിങ്ങൾ എഴുന്നേക്കണം. അവ്വൽ വഖത്തിൽ എഴുന്നേക്കുക. നമ്മൾ നേരെ തിരിച്ചാ തഹജ്ജുദിന്റെ സമയമാകുമ്പോൾ ഉറങ്ങും. അങ്ങനെയാണ്. പിന്നെ സുബഹിയില്ല, റാഹത്തായിട്ട് ഒറ്റ ഉറക്കം. ബറക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ജീവിതത്തിൽ ഒരു ബറക്കത്തും വേണ്ട എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എപ്പോൾ ഉറങ്ങിക്കോളാനാണ് തഴവ ഉസ്താദ് പറഞ്ഞത്? സുബഹി കഴിഞ്ഞ് ഉറങ്ങിക്കോ. നമ്മുടെ മക്കൾക്കൊക്കെ അതാണ്. 10ാം ക്ലാസ്സിൽ A+, +2 A+, എല്ലാം പഠനമൊക്കെ ഉണ്ട്, എല്ലാം പഠിച്ച് സെറ്റായിട്ടുണ്ട്. പക്ഷേ പലർക്കും പഠനത്തിനനുസരിച്ചുള്ള ജോലിയില്ല. എന്താ കാരണം? സുബഹിയുടെ സമയത്ത് ഉറക്കം. എല്ലാം ഇത് തന്നെ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ. എൻ്റെ സമുദായത്തിന്റെ പ്രഭാതങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്തു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമ്മൾ ആ പ്രഭാതത്തിൽ ഉറങ്ങി തീർക്കാൻ അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ പറയുന്നത്, ഇന്നത്തെ ഒരൊറ്റ രാത്രി ഉറക്കമൊഴിച്ചാൽ തന്നെ നമ്മുടെ താളം തെറ്റും. രാവിലെ ആകെ തലയ്ക്ക് ബുദ്ധിമുട്ട്, പ്രയാസം. 2 വർഷമായിട്ട് നല്ലതുപോലെ ഉറങ്ങാൻ പറ്റുന്നില്ല. പാവപ്പെട്ട ഫലസ്തീനി മക്കൾക്ക് പലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്ങോട്ടൊന്നില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ജനിച്ച് കളിച്ച് വളർന്ന മണ്ണ് സ്വാതന്ത്ര്യം അനുഭവിക്കാനില്ലാത്ത പ്രയാസത്തിൽ അവർ നിലകൊള്ളുന്നു. ഏത് നിമിഷവും ബോംബ് വർഷിക്കാം, ഏത് സെക്കൻഡിലും അപകടമുണ്ടാകാം. അല്ലാഹു പരിപൂർണ സലാമത്ത് കൊടുക്കട്ടെ. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഖാസായ ദുആയിലൊക്കെ, പ്രത്യേകമായിട്ടുള്ള ദുആയിലൊക്കെ അവരെ ഉൾപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ ഉണർത്തിയതാണ്. മനുഷ്യാവകാശ ദിനമെന്ന് പറഞ്ഞ ഒരു ദിനത്തെ ആചരിച്ചിട്ട് ഐക്യരാഷ്ട്രസഭ എവിടെ? ആര് ശ്രദ്ധിക്കുന്നു? ഫലസ്തീന്റെ വിഷയത്തിൽ ആരാണ് ഈ വെടിനിർത്തൽ കരാറുകളൊന്നും നിർത്തണമെന്ന് പറയാൻ ആരുണ്ട്? ലോക പോലീസിനെ ഇന്ന് അമേരിക്ക എല്ലാം നിർത്തലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും പണി കൊടുത്തിരിക്കുകയാണ്. ഖത്തറിൽ ബോംബിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് അമേരിക്കക്ക് പറയാൻ പറ്റില്ല. കാരണം അമേരിക്കൻ പട്ടാളം എല്ലാ സമയത്തും വർഷങ്ങളായിട്ട് തമ്പടിക്കുന്ന കേന്ദ്രമാണ് ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ. ഒരു ഇല അനങ്ങണമെങ്കിൽ അവരറിയണം. അവരുകൂടി ഒത്താശ ചെയ്തിരിക്കാൻ മുസ്ലിമിന്റെ ഉന്മൂലനമാണ് ഇതിലൂടെ മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ലോകസ്ഥലത്ത് അങ്ങനെ, ഇന്ത്യ രാജ്യത്ത് അതിനപ്പുറം ഇപ്പൊ വഖഫ് ഭേദഗതി ബില്ല് ഈ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി ചില വിഷയങ്ങളൊക്കെ നടപ്പിലാക്കി. നമ്മുടെ കൗമതൊന്നും അറിയുന്നില്ല. നമ്മൾ നല്ല കുഴിമന്തി, രാവിലെ എഴുന്നേറ്റ് കുഴിമന്തി, വൈകിട്ട് കിഴി പൊറോട്ട അടിച്ച് പതഹായിട്ട് സെറ്റായിട്ട് എവിടെയെങ്കിലും കിടക്കുന്നതല്ലാതെ എന്ത് വഖഫ് ഭേദഗതി, എന്ത് ഇതാണ് നമ്മുടെ അവസ്ഥ. ഒന്നും ചിന്തിക്കുന്നില്ല. സഹോദരങ്ങളെ, ഏകദേശം 1,20,000-ഓളം പള്ളികൾ മുസ്ലിമീങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് നിന്ന് നഷ്ടപ്പെടാൻ പോവാൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
ഏകദേശം 1.5 ലക്ഷം ദർഗകൾ, മക്ബറകൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് നമുക്ക് ഇല്ലാതാകാൻ പോവാണ്. ഒരു ബാബരി മസ്ജിദ് നഷ്ടപ്പെട്ടതിന്റെ സങ്കടവും ദുഃഖവും ഈ ഉമ്മത്ത് ഇന്നും അനുഭവിക്കുകയാണ്. നമ്മളിതൊന്നും വായിക്കുന്നില്ല, അറിവില്ല, ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ്. ഇതൊക്കെ ചെറിയ വാർത്തയായിട്ട് ചെറിയ കോളത്തിലെ പരിശുദ്ധമാക്കപ്പെട്ട ഈ വാർത്തകളൊക്കെ അസ്തമിച്ചു പോകുന്നു. ആരും ശ്രദ്ധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കി. ചില വിഷയങ്ങൾ മാത്രം സ്റ്റേ വന്നു. വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് അതേതാ സ്റ്റേ വന്ന വിഷയമെന്ന് പറയുന്നത്, കലക്ടർക്ക് നമ്മുടേതാകുന്ന ജില്ലകളിലുള്ള അതാത് ജില്ലകളിലെ കലക്ടർമാർക്ക് വഖഫിന്റെ സ്വത്ത് അവർക്ക് ആ വിഷയത്തിൽ ഇടപെടാമെന്നുണ്ടായിരുന്നു. അത് പറ്റില്ല, കലക്ടർക്ക് ഇനി ഇടപെടാൻ പറ്റില്ല. ആ വിഷയത്തിൽ സ്റ്റേ വന്നു. പിന്നെ രണ്ടാമത് സ്റ്റേ വന്നത്, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു പുതുവിശ്വാസി, അയാൾ ഇസ്ലാം മതത്തിലേക്ക് വന്ന വ്യക്തിയാണ്, 5 വർഷമെങ്കിലും കഴിയണം ഇസ്ലാമിലായി, എങ്കിലേ അയാൾക്ക് വഖഫ് ചെയ്യാൻ അനുവാദമുള്ളൂ. അയാളുടെ ഭൂമി പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനിന് വേണ്ടി കൊടുക്കണമെങ്കിൽ 5 വർഷം മുസ്ലിം ആകണമെന്നുള്ള നിയമം അത് തൽക്കാലം സ്റ്റേ ചെയ്തു. ഇതൊക്കെയാണ് സ്റ്റേ വന്നിട്ടുള്ളത്. പിന്നെ നടപ്പിലായത് എന്തൊക്കെയാ? ഇതാ കേട്ടോ, വഖഫിൻ്റെതാകുന്ന കമ്മിറ്റിയിലേക്ക് അമുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ഇനി മുതൽ ഉണ്ടാവും. നടപ്പിലായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരാ ഇനി തീരുമാനിക്കാൻ പോകുന്നു. മുസ്ലിമീങ്ങളുടെ സ്വത്ത് എങ്ങോട്ട് കൊണ്ടുപോകണം, പള്ളികളുടെ സ്വത്ത് പള്ളിയാകണോ അതാണെന്നൊക്കെ തീരുമാനിക്കുന്ന അമുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ഒരു 3 പേരെങ്കിലും കമ്മിറ്റിയിലുണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നമ്മൾ നബിദിനത്തിന്റെ ഇറച്ചി ഇത് നബിയുടെ മാത്രം പറഞ്ഞിട്ട് പോകണ്ട, നമ്മുടെ കാര്യങ്ങൾ കൂടി അറിയണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് ചർച്ച ചെയ്ത് പാസ്സായി. എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അമുസ്ലിമീങ്ങൾ കമ്മിറ്റിയിലുണ്ടാകും. വേറൊരു മതത്തിനും ഇല്ല കേട്ടോ. ക്രൈസ്തവ ദേവാലയത്തിന്റെ വിഷയത്തിലില്ല, ഹൈന്ദവ ദേവാലയത്തിന്റെ വിഷയത്തിലില്ല, അവരുടെ ഒന്നും കമ്മിറ്റിയിൽ നമ്മുടെ പ്രാതിനിധ്യം ഇല്ല. നമ്മൾ വേണമെന്നും പറയുന്നില്ല, അത് പാടില്ലല്ലോ. അവരായി അവരുടെ പാടായി. നമ്മുടെ പള്ളി കമ്മിറ്റിക്കകത്ത് വേറെ ആൾ കയറിയിരുന്ന എങ്ങനെ ഉണ്ടാവും? ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നതുപോലെയാണ് വഖഫിന്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ആ കമ്മിറ്റിയിൽ ഇനി മുതൽ അമുസ്ലിമുകളുടെ പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ള നിയമം പാസ്സായി. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നതാകുന്ന നിയമം നടപ്പിലാക്കാൻ അതിനി ഉണ്ടാവൂല, അത് ചെയ്തു. എന്ന് പറഞ്ഞാൽ വർഷങ്ങളായി, നൂറ്റാണ്ടുകളായി പള്ളികളായി, മദ്രസകളായി, ദീനീ സ്ഥാപനങ്ങളായി, ദർഗകളായി നിലകൊണ്ടിരുന്ന നമ്മുടേതാകുന്ന പള്ളി വകകൾ, സ്ഥാപന ജംഗമ വസ്തുക്കൾ, അതൊന്നും ഇനി രേഖയില്ല എങ്കിൽ പറ്റില്ല എന്ന നിയമം പാസ്സായി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏകദേശം 1,20,000-ഓളം പള്ളികൾ കണക്ക് സൂചിപ്പിക്കുന്നു ഇന്ത്യ രാജ്യത്ത് നിന്ന് നമുക്ക് നഷ്ടപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പുരാതനമായ പള്ളികൾ, 1.5 ലക്ഷം വരുന്ന ദർഗകൾ, മക്ബറകൾ, വലിയ വലിയ മക്ബറകൾ ഒക്കെ ഇതേപോലെ നഷ്ടപ്പെട്ടു പോകും. കാരണം എന്താ? വളരെ പുരാതനം, അതിപുരാതനമാണ്. ഈ പറയുന്ന രേഖകളൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുന്നതിന് മുമ്പുള്ളതാണ്. പിന്നെ എങ്ങനെ അതിന്റെ രേഖ ഒപ്പിക്കും? മാത്രമല്ല രേഖകളൊക്കെ കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്. ചില മഹല്ലുകൾ വിഭജിക്കപ്പെടും. ഉദാഹരണത്തിന് കൊടിഞ്ഞിപ്പള്ളി, അതിൽ നിന്ന് വിഭജിച്ചിട്ട് മറ്റു പല പള്ളികളൊക്കെ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ പള്ളികളിലേക്കൊക്കെ വിഭജനമുണ്ടായ സമയത്തും സന്ദർഭങ്ങളിലുമൊക്കെ ഈ രേഖകൾ നഷ്ടപ്പെട്ടു പോകാം. ഒരു സ്ഥലത്ത് പ്രകൃതി ദുരന്തമുണ്ടായി, ഉദാഹരണത്തിന് വയനാട് പ്രകൃതി ദുരന്തം. ആ ദുരന്തത്തിലൂടെ ആ മഹല്ലത്തിലെ പള്ളിയിലേതാകുന്ന എല്ലാ രേഖകളും കുത്തൊലിച്ചു പോയി. ഇനി രേഖ കണ്ടെടുക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? ഇതേപോലെ പ്രകൃതി ദുരന്തങ്ങളിലൂടെയും കാലഹരണം സംഭവിച്ചതിലൂടെയൊക്കെ രേഖകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും പുരാതനമാകുന്ന പള്ളികളുടെ. അത് മുസ്ലിമീങ്ങളുടെ മാത്രമല്ല, ഹൈന്ദവരുടെ ക്ഷേത്രത്തിൻ്റെതാണെങ്കിലും ക്രൈസ്തവരുടെ ദേവാലയത്തിന്റെ ആണെങ്കിലും ഒക്കെ അവരുടെയൊക്കെ മുന്നാധാരങ്ങളും അടിയാധാരങ്ങളും ഒക്കെ തപ്പിയാൽ എല്ലാം ഇതിന്റെ തന്നെ അവസ്ഥ. പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഇനി പറ്റില്ല എന്ന് പറയുമ്പോൾ വഖഫ് ബൈ യൂസർ, വർഷങ്ങളായി യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാകുന്ന അതിപുരാതനമാക്കപ്പെട്ടതാകുന്ന പള്ളികളും മദ്രസകളും ദർഗകളും ഒക്കെ ഇനി രേഖകളില്ല എന്ന് ആരെങ്കിലും ഒരാളൊന്ന് കേസ് ഫയൽ ചെയ്താൽ സർക്കാർ ഇത് പൂട്ടാൻ ഉത്തരവാണ്. പിന്നെ എത്ര കേസ് ആർക്കും നീ ഫയൽ ചെയ്യാൻ പറ്റൂല, ആ വകുപ്പ് തന്നെ അടയാണ്. കാരണം വഖഫ് ബൈ യൂസർ എന്നുള്ളത് എടുത്തുകളയും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ നടപ്പിലായതാ. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നല്ല ബീഫ് നെയ്ച്ചോറും ഒക്കെ കൂട്ടി അടിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ വേറെ ഹാലിലാണ്. നമ്മളിപ്പോഴും ബിഗ് ബോസിനകത്ത് അള്ളാഹു എന്റെ SBM പൊന്നുമോള് ജയിച്ചാണെ റഹ്മാനെ കോഴിമുട്ട നേർച്ച നേർന്നുകൊണ്ടിരിക്കുക. നമ്മളിതാ നമ്മുടെ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയം ഗൗരവമുള്ള വിഷയമാണ്. നബിതങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞു, യൂഷിക്കുൽ ഉമമു അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലതു ഇലാ ഖസ്അതിഹാ. ഞാൻ നിർത്തുന്നു.
ലോകത്തുള്ളതാകുന്ന സർവ്വ ആളുകൾ മുസ്ലിമിനെതിരെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടം വരും. മനോഹരമാകുന്ന ഒരു ഭക്ഷണത്തലികയിൽ വിശന്നു വലഞ്ഞ ആളുകൾ ആ ഭക്ഷണത്തലികയിലുള്ളതാകുന്ന ഭക്ഷണം വാരി വലിച്ച് തിന്നാൻ ആക്രാന്തത്തോടുകൂടി അത്യാഗ്രഹത്തോടുകൂടി കടന്നു വരുന്നത് പോലെ മനോഹരമാകുന്ന ഭക്ഷണത്തലികയായി മുസ്ലിമിനെ അള്ളാഹുവിന്റെ റസൂല് പരിചയപ്പെടുത്താൻ ഈ ഭക്ഷണത്തലികയിലേക്ക് കൈയിട്ട് നമ്മളെയൊക്കെ കടിച്ചു തിന്നാൻ ലോകത്തുള്ള മുഴുവൻ ആളുകളും പരിശ്രമിക്കുന്ന ഘട്ടം വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അന്ന് സ്വഹാബത്ത് നബി തങ്ങളോട് ചോദിച്ചു, അമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ യാ റസൂലല്ലാഹ്, അന്ന് ഇങ്ങനെ ഉണ്ടാകുന്നത് ഈ ഉമ്മത്ത് എണ്ണത്തിൽ കുറവായതുകൊണ്ടാണോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല, ഒരിക്കലും നിങ്ങൾ എണ്ണത്തിൽ കുറവല്ല. കണക്ക് പറയുന്നു 50 ദശലക്ഷത്തിലധികം സൈന്യങ്ങളുണ്ട് മുസ്ലിം രാജ്യങ്ങൾക്ക്. പക്ഷെ ഒരു രാജ്യത്തുള്ളവർക്ക് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ ഫലസ്തീനികളെ. നൈൽ നദിയിലെ വെള്ളം മതി അവിടുത്തെ പ്രിയപ്പെട്ട മക്കളുടെ ദാഹമകറ്റാൻ. ഈജിപ്തിലെ ആളുകൾ കൊടുത്താൽ പറ്റുന്നില്ല. എല്ലാ മുസ്ലിം രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെ തോളിൽ കൈയിട്ട് ലോക പോലീസ് സമയുന്നതാകുന്ന അമേരിക്കയും അത്തരത്തിലുള്ള കിരാത വാഴ്ച നടത്തുന്ന തമ്പുരാക്കന്മാര് നിലകൊള്ളാൻ. ഇവരൊക്കെ വലിയ കൂട്ടുണ്ടെന്ന് കരുതണ്ട, ഇത് ചെവി കടിച്ചു തിന്നാൻ വന്ന് നിൽക്കുന്ന കൂട്ടുകാരാണ്. നിങ്ങളെ കാർന്ന് തിന്നുന്ന എലികളാണിവർ, നിങ്ങളെ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികൾ അറിഞ്ഞാൽ കൊള്ളാം. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് സടകുടഞ്ഞെഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ മുസ്ലിം വലിയതാകുന്ന തീവ്രവാദിയായി ഭീകരവാദിയായി നിലകൊള്ളണം. രാജ്യത്ത് മുഴുവൻ അരാജകത്വം ഉണ്ടാക്കണം. അയൽവക്കക്കാരുള്ളതാകുന്ന മുസ്ലിമീങ്ങളുമായിട്ട് ചണ്ട കൂടണമെന്നല്ല, മറിച്ച് നമ്മുടെ ദീൻ മുറുകെ പിടിക്കാൻ നമ്മൾ തയ്യാറാകണം. നിസ്കാരം 5 വഖത്ത് ശ്രദ്ധിക്കണം. നമ്മുടെ ആയുധം എന്ന് പറയുന്നത് സഹോദരങ്ങളെ വാളല്ല, പരിചയമല്ല. നമ്മുടെ ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധം ശരിക്ക് ദുആ ചെയ്യലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നല്ലതുപോലെ ദുആ ഇറക്കണം, നല്ലതുപോലെ ദുആ ചെയ്യണം. അത് ഒറ്റയ്ക്കുള്ള ദുആവും കൂട്ടപ്രാർത്ഥനയും ഒക്കെ ഉപയോഗപ്പെടുത്തണം. ജുമായ്ക്കും ജമാഅത്തിനും ഒക്കെ പോകുന്ന സമയത്ത് ഖത്തീബിനോടൊപ്പം ചേർന്നതുകൊണ്ട് ഫലസ്തീനി മക്കൾക്ക് ദുആ ഇറക്കുമ്പോൾ നല്ല കണ്ടമിടറി ദുആ ഇറക്കണം. ഒറ്റയ്ക്കുള്ള ദുആകളിൽ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഉമ്മമാരോട് പ്രത്യേകം ഉണർത്തുകയാണ്, നല്ലതുപോലെ ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ അടുത്ത തലമുറ പ്രയാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഞങ്ങൾ അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ലോകത്തുള്ളതാകുന്ന മുസ്ലിമീങ്ങളെ കാർന്നു തിന്നാൻ അവിശ്വാസികൾ പരിശ്രമിക്കുന്നതാകുന്ന ഘട്ടം വരുമ്പോ ഞങ്ങളന്ന് എണ്ണത്തിൽ കുറവാണോ റസൂലേ? റസൂലുള്ള പറയുന്നു, അല്ല സ്വഹാബ, ബൽ അൻതും കസീർ, നിങ്ങളന്ന് എണ്ണത്തിൽ കൂടുതലാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധമാക്കപ്പെട്ട ദീനിനോടുള്ളതാകുന്ന താല്പര്യമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ വഹൻ എന്ന രോഗമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. സഹാബത്ത് ചോദിക്കുകയാണ്, വമൽ വഹ്നു യാ റസൂലല്ലാഹ്, നബിയേ വഹൻ എന്ന് പറഞ്ഞാൽ എന്താണ് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഹുബ്ബുദ് ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്. 2 കാര്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അടയാളപ്പെടുത്തപ്പെട്ടു. ഒന്ന് മരണത്തോടുള്ള വിരക്തിയാണ്, രണ്ടാമത്തത് ജീവിതത്തോടുള്ള ആർത്തിയാണ്. നിങ്ങൾക്ക് ദുനിയാവിനോടുള്ള താല്പര്യമാണ്. എങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കണം, എന്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം, എന്റെ കാര്യങ്ങൾ നടക്കണം. സ്വാർത്ഥതയുടെ ലോകത്താണ്. അവരെന്റെ വിഷമങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ തിരിച്ചറിയാത്ത വിധത്തിൽ അറിഞ്ഞിട്ടും അത് നടിച്ചുകൊണ്ട് ജീവിക്കുന്നതാകുന്ന തലത്തിലേക്ക് ഈ ഉമ്മത്തി എത്തിപ്പെടുമേ. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ ലോക മുസ്ലിമീങ്ങളെ ആക്രമിക്കാൻ അവിശ്വാസികൾ ഒന്നിക്കുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹി പറഞ്ഞത് എത്ര ശരിയാണ്. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിക്കുന്ന മുസ്ലിമിന് അല്ലാഹുവിന്റെ ഖുർആനിനോട് താല്പര്യമില്ല. ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രങ്ങൾ കടന്നുപോയ പ്രിയപ്പെട്ട മുസ്ലിമേ, റബീഉൽ അവ്വൽ മാസത്തിൽ നീ ഒരു ഖത്മ് ഓതി തീർത്തിട്ടുണ്ടോ? ഖുർആനുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഒരു സ്വലാത്ത് ചൊല്ലി തീർക്കാൻ, ഒരു 100 സ്വലാത്ത് വീതം മക്കളെ കൊണ്ട് ചൊല്ലിക്കാൻ തയ്യാറായവരുണ്ടോ? നാളെ ആഖിറത്തിൽ പ്രവാചകന്റെ ശഫാഅത്ത് നമുക്കെങ്ങനെയാണ് ലഭിക്കുക? റബീഉൽ അവ്വൽ ഇതാ പടിയിറങ്ങുന്നു. ആ പരിശുദ്ധ പ്രവാചകന്റെ തിരുസുന്നത്തുകൾ എത്ര എണ്ണം നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. പുണ്യമായ
പുണ്യമാക്കപ്പെട്ട റബീഉൽ അവ്വലിന്റെ 29 രാവിലേക്ക് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട രാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ചോദിക്കട്ടെ, റസൂലുള്ളാഹിയുടെ തിരുസുന്നത്തുകൾ എത്ര എണ്ണമാണ് ഈ ഒരു മാസത്തിലൂടെ, ഈ റബീഉൽ അവ്വലിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? ഇന്നും തലമറയ്ക്കാത്തവർ നമുക്കിടയിലില്ലേ? ജുമുഅയ്ക്കും ജമാഅത്തിന് പോലും തലമറയ്ക്കാതെ നിസ്കരിക്കുന്നതായ സുന്നികളെന്ന് അവകാശപ്പെടുന്നവരില്ലേ? നിസ്കാരത്തിന് ശേഷം ദിക്റില്ലാതെ ചാടിയിറങ്ങി പോകുന്നവരില്ലേ? ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ്. വിജയത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, നിസ്കരിക്കാൻ വരൂ. ഇത് വിജയത്തിന്റെ വിളിനാഥമാണ്. നിങ്ങളുടെ പള്ളികളുടെ മിനാരങ്ങളിൽ നിന്ന് മനോഹരമാക്കപ്പെട്ട ബാങ്കുലി മുഅദ്ദിൻ മുഴക്കിയിട്ട് എത്ര ചെറുപ്പക്കാരാ പള്ളിയിലേക്ക് പോയിട്ടുള്ളത്? എത്ര സഹോദരിമാരാണ് അവ്വൽ വഖത്തിൽ നമസ്കരിക്കാൻ തയ്യാറായിട്ടുള്ളത്? ബാങ്ക് മുഴക്കാൻ പള്ളികളില്ല, നിസ്കരിക്കാനുള്ള പള്ളികൾ തകർക്കപ്പെട്ടു പോയിട്ടുണ്ട്. എന്നിട്ട് പോലും കൃത്യമായി ജുമുഅയും ജമാഅത്തും നിർവഹിക്കുന്ന, തലക്ക് മീതെ യഥാ ബോംബ് വർഷിക്കാൻ ശത്രുക്കൾ മുഴുവനും കണക്കൂട്ടി നിൽക്കുമ്പോൾ പോലും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടിയില്ലാത്ത ഫലസ്തീന മക്കളെ ഒന്ന് കാണണേ. വിശപ്പിനാൽ കരയുന്ന കുഞ്ഞുങ്ങളാണ്, അങ്ങനെ മരണപ്പെട്ടു പോയ വൃദ്ധരായ ആളുകളാണ്. എത്ര മക്കളാണ്? 12,500-ലധികം മക്കള് ഈ രീതിയിൽ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയെന്ന് കേൾക്കുമ്പോ എന്തേ നെടുവീർപ്പില്ലേ പ്രിയപ്പെട്ട മുസ്ലിമേ? കോറാടുള്ള പ്രിയപ്പെട്ട സഹോദര, നിന്റെ ഹൃദയത്തിലേക്ക് തുളച്ചു വരട്ടെ. റസൂലുള്ളാഹി നിന്ന് നമസ്കരിക്കുകയാണ്, കാലിൽ നീര് കെട്ടി നമസ്കരിക്കുന്നു. സുന്നത്തായ നമസ്കാരമാണ്, ഫർള് നമസ്കാരങ്ങളല്ല, അതിനു മുമ്പും ശേഷവുമുള്ള റവാത്തിബല്ല. സുന്നത്തായ നമസ്കാരങ്ങൾ നിസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാല് നീര് കെട്ടി വീർത്തപ്പോ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പോലും സങ്കടം വന്നുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, തങ്ങളുടെ മുൻപിൻ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്നതല്ലേ, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത് റസൂലേ? ആദരവായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞ ഒരു മറുപടി, ഹൃദയമുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ ചിന്തിക്കുക, ഹൃദയമുള്ള പ്രിയപ്പെട്ട പെങ്ങളെ അറിയുക. റസൂലുള്ളാഹി പറയുകയാണ്, യാ ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള ഒരു ദാസനായി മാറണ്ടേ ആയിഷ? ഞാനൊരു നന്ദിയുള്ള ദാസനായി മാറണ്ടേ ആയിഷ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു പോയി. എന്തുകൊണ്ടാണ്? 2 ദിവസം തുടർച്ചയായിട്ട് ഭക്ഷണം കഴിച്ച ചരിത്രം അല്ലാഹുവിന്റെ റസൂലിനും അവിടുത്തെ കുടുംബത്തിനുമില്ല എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. മാസങ്ങൾ 3 മാസം കഴിഞ്ഞു പോയി. നറൽ ഹിലാല സുമ്മൽ ഹിലാല സുമ്മൽ ഹിലാല, 3 മാസം അതാ കഴിഞ്ഞു പോയി. ഞങ്ങളുടെ വീട്ടിൽ പട്ടിണിയാണ്, വെള്ളമല്ലാതെ മറ്റൊന്നുമില്ല. ഇടയ്ക്ക് ചിലപ്പോൾ കാരക്ക കിട്ടുകയാണ്. ഒരു നേരം കാരക്ക കിട്ടിയാൽ അടുത്ത നേരം ചിലപ്പോൾ ഒരു റൊട്ടിയുടെ കഷ്ണം കിട്ടിയാലായി. വിശന്ന് വലഞ്ഞ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, ഒരു രാത്രി പോലും നിന്ന് നമസ്കരിക്കാതിരുന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യാ ആയിഷ, ഒരു ഫർദ് പോലും ഖളാ വിട്ടുകയല്ല, ഒരു സുന്നത്ത് പോലും ഖളാ വിട്ടുകയല്ല. അഥവാ ഫർദാക്കപ്പെട്ടതായ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ളതായ റവാത്തിബ് സുന്നത്തല്ല ഈ നമസ്കരിക്കുന്നത്. നിരുപാധികം തഹജ്ജുദ് നിസ്കരിച്ചിട്ട് കാലിൽ നീര് കെട്ടി വീർക്കുമാർ നമസ്കരിച്ച പ്രവാചകൻ പറയുന്നു, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറണ്ടേ ആയിഷ? സയ്യിദുനാ റസൂലുള്ളാഹി